നവീന ആശയവുമായി കണ്ണൂർ സർവകലാശാല അധ്യാപകക്ഷാമം പരിഹരിക്കുന്നതിനും വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു. തൊഴിൽ അന്വേഷകർക്കും ദാതാക്കൾക്കും ഒരുപോലെ സഹായകരമാകുകയാണ് ഈ പുത്തനാശയം. UGC മാനദണ്ഡങ്ങൾ പാലിക്കാതെ കോളേജുകളിൽ അധ്യാപക നിയമനം വർദ്ധിച്ചതോടെയാണ് നവീന ആശയവുമായി കണ്ണൂർ സർവകലാശാല രംഗത്തെത്തിയത്. യോഗ്യതയുള്ളവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ അധ്യാപക ബാങ്കിന് രൂപം നൽകി. നെറ്റ് സ്കോളർ രജിസ്ട്രേഷൻ പോർട്ട് എന്ന പേരിട്ടിരിക്കുന്ന പോർട്ടൽ കഴിഞ്ഞ ദിവസം മുതൽ പ്രവർത്തനം ആരംഭിച്ചു. ഈ ഡാറ്റാബേസ് പ്രധാനമായിട്ടും നമ്മൾ കളക്ട് ചെയ്യുന്നത് നമ്മൾ വെബ്സൈറ്റിൽ ഒരു പോർട്ടൽ പോലെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് നെറ്റ് പാസ്സായ ഒരു കുട്ടിക്ക് ഇതിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് പാസ്സായതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. നെറ്റ് ഓർ PhD ഉള്ള ആൾക്കാരാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അവരുടെ PG സബ്ജക്റ്റ് കൊടുക്കുക. പിന്നെ അവരുടെ ഒരു ബേസിക് ഡാറ്റ ഇൻഫർമേഷൻ. ആ ബേസിക് ഡാറ്റ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ കുട്ടിയെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മൾ എടുക്കുക. അതായത് കുട്ടിയുടെ അഡ്രസ്സ്, ഇമെയിൽ ID, ഫോൺ നമ്പർ. അപ്പോൾ ഇത് കിട്ടുന്നതോടുകൂടി നമുക്ക് ഈ സർവകലാശാല മേഖലയിൽ മാത്രമല്ല, കേരളത്തിനുള്ളിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള ആൾക്കാർക്ക് പോലും നെറ്റ് ക്വാളിഫൈഡ് ആൾക്കാർക്ക് ഈ മേഖലയിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു 1-2 മാസം കൊണ്ട് നമ്മൾ ഇതൊരു വലിയ ഡാറ്റാബേസ് ആയിട്ട് മാറും. സർവകലാശാലയ്ക്ക് കീഴിലുണ്ടാകുന്ന അധ്യാപക അവസരങ്ങൾ ഉദ്യോഗാർത്ഥികളെ അറിയിക്കാനും അധ്യാപകരെ ആവശ്യമുള്ള കോളേജുകൾക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ ലഭ്യമാക്കുകയാണ് പോർട്ടിന്റെ ലക്ഷ്യം. കൂടാതെ അധ്യാപനത്തിന്റെ ഗുണമേന്മയും വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുകയുമാണ് ലക്ഷ്യം. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KK സാജുവിന്റെ നേതൃത്വത്തിൽ IT വിഭാഗമാണ് പോർട്ടൽ തയ്യാറാക്കിയത്. അധ്യാപക ബാങ്കിൽ ഇന്ത്യയിലുള്ള ആർക്കും രജിസ്റ്റർ ചെയ്യാം. കേരളത്തിൽ ആദ്യമായാണ് ഒരു സർവകലാശാലയിൽ അധ്യാപക ബാങ്ക് ആശയം നടപ്പിലാക്കുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ.